ഹലോ കൂട്ടുകാരെ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശമാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ച്. പക്ഷേ സാമ്പാറിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനതിനകത്ത് ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, അത്രയും ഞാൻ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയ്ക്ക് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേനും ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ഞാൻ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം കേടായി പോയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നാളികേരം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് തക്കാളി ആഡ് ചെയ്യുകയാണ്. ഞാൻ 2 തക്കാളിയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല പുളിയുള്ള 2 തക്കാളി. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഈ തക്കാളിയുടെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയും തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ എനിക്കതൊരു പേസ്റ്റ് പരുവത്തിൽ മതി. അതുകൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തിയിലേക്ക് ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പത്തൽമുളകും കൂടെ ഞാൻ ഇടും.
ഞാനിവിടെ നേരെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് പാനിലേക്ക് ഇടുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് തെറിച്ചിട്ട് ദേഹമൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ഈ കടുക് പൊട്ടിച്ച് താളിക്കുന്നത് ഒഴിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ രുചികരമായിട്ടുള്ള തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 5 ദിവസം വരെ കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.